ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന സ്നാക്സ് ഒരു വെറൈറ്റി സ്നാക്സ് ആണ്. ഇതിനൊരു പേര് നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. റംലാനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായി ഒരു കുക്കറിൽ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും അല്പം ഉപ്പും അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവും. ഇനി നമുക്ക് മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ടയുടെ വൈറ്റും അല്പം ഉപ്പും അല്പം പഞ്ചസാരയും 2-3 അല്ലി വെളുത്തുള്ളിയും അല്പം വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം. നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയുടെ ജാറിൽ അടിച്ചതും 1 കപ്പ് ക്യാപ്സിക്കവും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലക്സൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മൊസറല്ല ചീസും 1 കപ്പ് മയോണൈസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കി വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ, കാരണം ഓൾറെഡി നമുക്ക് ചിക്കനിലും മയോണൈസിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. ഇനി ഒരു ബ്രെഡിൽ നമ്മൾ റൗണ്ട് രീതിയിലുള്ള മോൾഡോ ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ വെച്ച് റൗണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് എല്ലാ ബ്രെഡും എടുക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഒന്നും കൂടെ തിന്നാകാൻ വേണ്ടി നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിനെ നടുഭാഗത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് വെള്ളം വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പുറത്തോട്ട് നമ്മുടെ ഫില്ലിങ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞിട്ട് നമുക്ക് ഓരോന്നും ഇതേപോലെ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ഒഴിച്ച് ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി മാറും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കോരിയെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ സമയത്ത് തന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലേക്ക് ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചായ നല്ല കടുപ്പത്തിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ചായയുടെ കൂടെ പറ്റിയൊരു സ്നാക്സാണ്. ഇപ്പം നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ ആണെങ്കിലും റംലാൻ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയില്ല, ഇതിൻ്റെ അകത്തുള്ള ചീസും ഒറിഗാനോടെയും ചില്ലി ഫ്ലേക്സും കുരുമുളകിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.